نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن ينصركم الله فلا غالب لكم وإن يخذلكم فمن ذا الذي ينصركم من بعده وعلى الله فليتوكل المؤمنون. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് അവനോട് ഏറ്റവും തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഉണർത്തുകയാണ്. അല്ലാഹുവിൻ്റെ ഇതിലേക്ക് നാം ഓരോരുത്തരും ഈ ലോകത്തോട് വിട പറഞ്ഞുകൊണ്ട് യാത്ര പോകേണ്ടവരാണ്. ആ യാത്രയിലാണ് നമ്മൾ ഓരോരുത്തരും എന്ന ചിന്തയും ബോധവും എപ്പോഴും നമ്മുടെ മനസ്സിൽ സജീവമായി ഉണ്ടാകണം. മരണമെന്ന ആ യാഥാർത്ഥ്യത്തെ പറ്റിയുള്ള ചിന്തയില്ലാതെ ജീവിക്കുന്ന ഒരവസ്ഥ അതിനുണ്ടാകരുത്. ഇത്തരം കാര്യങ്ങൾ വളരെ അധികം ശ്രദ്ധയോടെ നാം സൂക്ഷിക്കണം എന്നുണർത്തുകയാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആലി ഇമ്രാനിലെ 160-ാമത്തെ വചനമാണ് ഞാൻ ഓതിയത്. ഇൻ യൻസുറുക്കുല്ലാഹു, അല്ലാഹു നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ ഫലാ ഗാലിബ ലക്കും, നിങ്ങളെ തോൽപ്പിക്കാൻ മറ്റാരുമില്ല. വൈ യഖ്ദുൽക്കും, അവൻ നിങ്ങളെ നിന്ദിക്കുകയാണെങ്കിൽ ഫമൻ ദല്ലദീ യൻസുറുക്കും മിൻ ബഅദി, അവനല്ലാതെ മറ്റാരാണ് നിങ്ങളെ സഹായിക്കാൻ പിന്നെയുള്ളത്. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, അതുകൊണ്ട് വിശ്വാസികൾ അവനിൽ ഭരമേൽപ്പിക്കട്ടെ. ഇതാണ് ഈ വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു സഹായിക്കുകയാണെങ്കിൽ പിന്നെ മറ്റൊന്നും പേടിക്കാനില്ല. നമ്മെ ജയിച്ചെടുക്കാൻ മറ്റാർക്കും സാധ്യമല്ല. അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ അവൻ നിന്ദിക്കാൻ വിചാരിച്ചാൽ മറ്റൊരാളും നമ്മളെ സഹായിക്കാൻ വിചാരിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് വിശ്വാസികൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് അവർ ജീവിക്കണം, മുന്നോട്ട് പോകണം എന്നാണ് ഈ വചനം നമ്മെ ഉണർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ ജീവിക്കുന്ന സാഹചര്യത്തിൽ ഈ വചനം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതാണ്. നമ്മൾ ജീവിക്കുന്ന നാട് ഓരോ ദിവസം കഴിയുമ്പോഴും ഒരുപാട് കാർമേഘങ്ങൾ കട്ടികൂടി കറുത്തിരുണ്ട് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വാരാണസിയിലെ ഗ്യാൻവാപി മസ്ജിദ്, ബാബരി മസ്ജിദിന് ശേഷം അങ്ങനെ മറ്റൊരു മസ്ജിദ് കൂടി അതിൻ്റെ ബാബരി മസ്ജിദിൻ്റെ പാതയിലേക്ക് നീങ്ങുന്നു എന്ന് പൊതുവിൽ ധരിക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. അതുപോലെ ഇന്ത്യയുടെ ഉത്തരഭാഗങ്ങളിലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ
പള്ളികളും മദ്രസകളുമൊക്കെ അനധികൃത നിർമ്മിതി എന്ന് മുദ്ര കുത്തിക്കൊണ്ട് വളരെ പച്ചയായി പൊളിച്ചു മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ബുൾഡോസർ വെച്ച് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ പീടികകളും അതുപോലെ വീടുകളും മറ്റുമൊക്കെ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ അങ്ങോട്ട് മുകളിലേക്ക് നോക്കിയാൽ, ഇന്ത്യയുടെ മുകൾ ഭാഗത്തേക്ക് നോക്കിയാൽ വളരെയധികം പ്രതീക്ഷയറ്റ നിരാശാജനകമായ പല കാര്യങ്ങളുമാണ് നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ വാർത്തകളിലൂടെ നമ്മളിലേക്ക് എത്തുന്നത്. മാധ്യമങ്ങളിലൂടെ നമുക്ക് എത്താത്ത പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് എത്തുമ്പോൾ ഇതൊന്നും ഈ മാധ്യമങ്ങൾ എന്തേ പറയാതിരുന്നത്, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് മാധ്യമങ്ങളൊന്നും അറിയുന്നില്ലേ എന്നൊക്കെ നമുക്ക് തോന്നുമ്പോൾ ആ മാധ്യമങ്ങളിലും ഉള്ള പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൽ, അതല്ലെങ്കിൽ വിശ്വാസിയല്ലാത്ത ഒരു മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും അവരുടെ മനസ്സിൽ നിരാശ കെട്ടിപ്പെടൽ. ഏതായാലും ശരിയാകൂല, ഇനി നമ്മൾ ആലോചിച്ചിട്ട് കാര്യമല്ല, കാര്യങ്ങളൊക്കെ കൈ വിട്ടുപോയി, ഇനി അനുഭവിക്കന്നെ എന്നൊക്കെ ഉള്ള വളരെ നിരാശാജനകമായ ഒരു മാനസികാവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹം തള്ളിവിടപ്പെടുന്ന ഒരു സാഹചര്യം നമ്മളിവിടെ കാണുന്നത്. ഇവിടെയാണ് വിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിരാശ എന്നൊന്നില്ല. ഏതു പ്രതിസന്ധിയിലും, എത്ര കടുത്ത പ്രതിസന്ധിയാണെങ്കിലും ആ കടുത്ത പ്രതിസന്ധിയിലെല്ലാം അവർ പ്രതീക്ഷയോടെയും ആത്മവിശ്വാസത്തോടെയും നിലനിൽക്കുന്നവരാണ്. ഒരർത്ഥത്തിലും വിശ്വാസി നിരാശപ്പെടുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. മാത്രമല്ല, വലാ തൈഅസൂ മിൻ റൗഹില്ലാഹി ഇന്നഹു ലാ യൈഅസ് മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കൊരു തുറസ് കിട്ടുന്ന വിഷയം, അള്ളാഹു എല്ലാം അറിയുന്ന, എല്ലാം കാണുന്ന, എല്ലാത്തിനും കഴിയുള്ള സർവശക്തനായ പടച്ച തമ്പുരാന്റെ ഭാഗത്തു നിന്നും നമുക്കൊരു തുറസ് ഉണ്ടാവില്ലേ എന്ന് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള റൗഹ്, തുറസ്, അതിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്. വലാ യൈഅസ് മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. നിഷേധികളായ മനുഷ്യർക്ക് മാത്രമേ അള്ളാഹുവിന്റെ സഹായത്തിൽ നിന്നും അള്ളാഹുവിന്റെ ഈ ആശ്വാസത്തിൽ നിന്നും നിരാശരാകാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. ഈ നിരാശ എന്ന് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, സാധാരണ അറബിയിൽ പറയാ ഇസ്തിബ്ആദു സവാലിൽ മക്റൂഹ്. നമുക്ക് വന്നു വിട്ടിരിക്കുന്ന ഒരു വിപത്ത് അത് ഒരിക്കലും ഇനി പോകൂല എന്നൊരു തോന്നൽ. അതല്ലെങ്കിൽ കഥൽ അമൽ ഫിൽ ഖൽബ്, അതിലിനി പ്രതീക്ഷ അർപ്പിക്കണ്ട എന്ന് മനസ്സിൽ തോന്നുന്ന തോന്നൽ. അങ്ങനെ പല ആളുകളുടെ മനസ്സിലുണ്ട്. ഇപ്പോ നമ്മൾ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് വന്നുപെട്ടിരിക്കുന്ന ഈ വിപത്ത് ഇനി നീങ്ങൂല, ഇത് തന്നെ തുടരും, കുറെ കാലം അങ്ങനെ തന്നെ നമ്മൾ ഇതിനു വേണ്ടി ഒരുങ്ങാണ്, ഇത് നശിച്ചു പോകും, അല്ലെങ്കിൽ ഈ വേദനാജനകമായ ഈ അവസ്ഥ അതിന് നീങ്ങൂല, അത് എപ്പോഴും ഇങ്ങനെ ഉണ്ടാവും എന്ന് തോന്നുകയും ആ തോന്നലിൽ നിന്ന് ഉത്ഭൂതമാകുന്ന ഒരു നിരാശയും അതുപോലെ ഒന്നും ചെയ്യാൻ തോന്നാത്തൊരവസ്ഥയും ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് തളർന്നു പോകുന്ന ഒരു അവസ്ഥയും നമ്മിൽ പൊതുവിൽ പടർന്ന് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എവിടെ നോക്കിയാലും ആരോട് എന്ത് ചോദിച്ചാലും ഒക്കെ പറയും, നീ വലിയ കാര്യമൊന്നുമില്ല, സംഗതിയൊക്കെ കൈവിട്ടു പോയി, ഇനി കുറച്ചു കാലം അങ്ങനെ തന്നെ പോകുള്ളൂ എന്നൊക്കെയാണ്. അപ്പൊ ഏത് അവസാനത്തെ നിമിഷം വരെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ കർമ്മനിരതനാവുകയും പ്രതീക്ഷയോടെയും അവനിരിക്കണം എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന കാര്യത. അതുകൊണ്ട് തന്നെ
വിശുദ്ധ ഖുർആൻ നമ്മെ ആ കാര്യം വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഖുർആൻ പല സ്ഥലത്തും പറഞ്ഞ് ഇന്ന മഅൽ ഉസ്രി യുസ്റ, ഫഇന്ന മഅൽ ഉസ്രി യുസ്റ എന്ന് ഖുർആൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. പ്രയാസകരമായ അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ അത് കാലാകാലവും അതേ രീതിയിൽ തുടർന്നു പോകുന്ന ഒന്നല്ല. അത് ലോക ചരിത്രം അതാണ്. വ്യക്തികളുടെ ചരിത്രം എടുത്തു നോക്കിയാലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. എന്നും കഷ്ടപ്പാടും ദുരിതവും ബുദ്ധിമുട്ടും ഭീതിയും നിൽക്കുക എന്നൊരവസ്ഥ ഉണ്ടാവില്ല. അതിനൊരു മാറ്റം ഉണ്ടാവും. ഏത് പ്രയാസകരമായ അവസ്ഥക്കും പിന്നെ ഒരു എളുപ്പമുള്ള അവസ്ഥ ഉണ്ടാവും. ദുരിതങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒരു അറുതി വരും. അത് എവിടെയും എത്രയും ചരിത്രത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ നിരാശയിൽ നിന്ന് നമ്മൾ എപ്പോഴും മുക്തരാകേണ്ടതുണ്ട്. മാത്രമല്ല, വിശ്വാസിയുടെ മറ്റൊരു പ്രത്യേകത വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിരാശ ഇല്ലാതിരിക്കാനാണ് ഈ വിധിവിശ്വാസം എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കൊരു നിരാശ ഉണ്ടാകാൻ പാടില്ല. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫി അൻഫുസികും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅ ഇന്ന ദാലിക അലല്ലാഹി യസീർ. അല്ലാഹു പറയാണ്, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി, ഭൂമിയിൽ നിങ്ങൾക്ക് എന്ത് മുസീബത്ത് ഉണ്ടാകുകയാണെങ്കിലും, അതല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ എന്ത് മുസീബത്ത് ഉണ്ടാകുകയാണെങ്കിലും അതൊക്കെ ഇവിടെ ലിഖിതമാക്കപ്പെട്ടതാണ്, രേഖപ്പെടുത്തപ്പെട്ടതാണ്. നേരത്തെ രേഖപ്പെടുത്ത കാര്യമാണ്. അള്ളാഹുവിനത് വളരെ എളുപ്പമുള്ളതാണ്. ഇതെന്തിനാണ് നമ്മളോട് മുൻകൂട്ടി അള്ളാഹു പറഞ്ഞു തരുന്നത്? അത് നമ്മളെ ആകെ നിരാശരാക്കി മാറ്റാനല്ല, മറിച്ച് നഷ്ടപ്പെട്ടു പോയതിലൊന്നും നിങ്ങൾക്ക് നിരാശയില്ലാതിരിക്കാനാണ്, അല്ലെങ്കിൽ ദുഃഖമില്ലാതിരിക്കാൻ വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ വലാ തസ്റഹു ബിമാ അതാകുമുല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തിൽ നിങ്ങൾ കവിഞ്ഞ് ആഹ്ലാദിക്കാതിരിക്കാനാണ്. അപ്പോ എല്ലാറ്റിന്റെയും പരിധി വിട്ടു പോകാതിരിക്കാൻ നമ്മെ ബോധ്യപ്പെടുത്താൻ ആ ഒരു യാഥാർത്ഥ്യം നമുക്ക് എപ്പോഴും ഒരു പിടിവള്ളിയായി, സമാധാനത്തിന്റെ ഒരു തുരുത്തായി നിൽക്കുന്നതാണ് ഈ വിശ്വാസം. എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് അവന്റെ ഒരു വിധി വിശ്വാസത്തിൽ അങ്ങനെയുണ്ട്. അതിനങ്ങനെ ഒരു വശമുണ്ട്. വിധിവിശ്വാസം ഒരിക്കലും നമ്മളെ ഒരു പ്രവൃത്തി ഒന്നും ചെയ്യാതെ നമ്മളെ നിഷ്ക്രിയരാക്കി മാറ്റാൻ വേണ്ടിയുള്ളതല്ല. പലപ്പോഴും പല ആളുകളും അങ്ങനെയാണ് പറയാറുള്ളത്. മതപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് അള്ളാഹ് സ്വർഗോ നരകോ എന്നൊക്കെ വിധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ നിസ്കരിച്ചിട്ട് എന്താ കാര്യം, ഞാൻ നോമ്പ് വെച്ചിട്ട് എന്താ കാര്യം എന്നൊക്കെയാണ് പലപ്പോഴും പല ആളുകളും പറയാറുള്ളത്. ആ ഒരു തലത്തിലേക്ക് നിങ്ങൾ പോകാൻ വേണ്ടിയല്ല ഈ ഒരു കാര്യം. മറിച്ച് ഈ ഒരു കാര്യം യഥാർത്ഥത്തിൽ എല്ലാറ്റിനും ബാധകമാണ്. വെറും നിസ്കാരം, നോമ്പ്, അതുപോലെ വിശ്വാസികളുടെ നല്ല ജീവിതത്തിന് മാത്രം ബാധകമായ കാര്യമല്ല. ഈ കാര്യം തന്റെ നിത്യജീവിതത്തിലെ ഏതു സംഗതിക്കും ബാധകമായ കാര്യം. തനിക്ക് ഒരു ജോലി കിട്ടൂല, അത് നിശ്ചയിച്ചൊരു സംഗതിയാണ്. അള്ളാന്റെ കഥയാണ്. പരീക്ഷയിൽ ഞാൻ പാസ്സാകൂലേ, അത് അള്ളാഹുവിന്റെ വിധിയുടെ ഭാഗം തന്നെയാണ് അതൊക്കെ. പക്ഷേ ആ ഒരു വിശ്വാസം ഉള്ള ഒരാള് ഒരിക്കലും അവൻ പരീക്ഷയ്ക്ക് പഠിക്കാതിരിക്കുക, ജോലിക്ക് ശ്രമിക്കാതിരിക്കുക, ഇന്ന് ഞാൻ ഭക്ഷണം കഴിക്കൂലേ എന്നുള്ളത് അത് അള്ളാഹു തീരുമാനിച്ച സംഗതിയാണെങ്കിൽ നമ്മളാരും ഈ ഭക്ഷണത്തിന് വേണ്ടി പാകം ചെയ്യാതിരിക്കില്ല. വീട്ടിലങ്ങനെ വെറുതെ ഇരിക്കൂല. അത് ഭക്ഷണം അള്ളാഹ് തീരുമാനിച്ചാണല്ലോ. അത് ഉണ്ടെങ്കിൽ കിട്ടൂല എന്ന് പറഞ്ഞാൽ ആരും വീട്ടിൽ വെറുതെ ഇരിക്കൂല. പരീക്ഷാ ഹാളിലേക്ക് പരീക്ഷ എഴുതാതിരിക്കൂല. ഞാൻ ജയിക്കണം എന്ന് അള്ളാഹ് വിധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എഴുതിയാലും എഴുതിയിട്ടില്ലെങ്കിലും ജയിക്കും എന്ന് വിചാരിച്ചാലും ഇരിക്കാറില്ല. അപ്പോ ഈ വിധിവിശ്വാസം നമ്മളെ നിഷ്ക്രിയരാക്കാൻ വേണ്ടിയല്ല, മറിച്ച് ഇത് നമ്മളെ കർമ്മനിരതരാക്കാൻ വേണ്ടിയാണ്. നമ്മളുടെ പ്രവർത്തനങ്ങൾ നമുക്കാകുന്നത്ര പ്രവർത്തിക്കുകയും ആ പ്രവർത്തനത്തിന്റെ ഫലമായി ആ പ്രവർത്തനത്തിന്റെ റിസൾട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്ന് നമ്മെ പറയുന്നത്. അപ്പോ ഇത് നമ്മൾക്ക് എന്തെങ്കിലും വിപത്തുണ്ടായാലും നിരാശ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ആ നിരാശയിൽ നിന്ന് നമ്മളെ മുക്തരാക്കാൻ വേണ്ടിയാണ്. എന്തെങ്കിലും നന്മ ഉണ്ടായാൽ ഇതെല്ലാം തനിക്കുള്ള വലിയൊരു നേട്ടമായി വിചാരിച്ച് അത്യാഹ്ലാദവും നിങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അപ്പൊ നിരാശരായി പോകുന്ന പല സന്ദർഭങ്ങളിലും ഈ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് പല കാര്യങ്ങളുണ്ടായത്. ഇപ്പോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് മക്കൾ ഉണ്ടാകുന്ന സന്ദർഭത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്,
ഇബ്രാഹിം നബിക്ക് പ്രായമായ സന്ദർഭത്തിൽ ഭാര്യ അങ്ങേയറ്റം പ്രസവിക്കാനൊന്നും അവസ്ഥ ഇല്ലാത്തൊരു ഘട്ടത്തിൽ ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്നുള്ള സന്തോഷവാർത്ത അറിയിച്ചപ്പോൾ അദ്ദേഹം ആ മലായിക്കത്തുകളോട് പറഞ്ഞു, നിങ്ങൾ എന്താണ് എന്നെ ഈ പ്രായത്തിൽ എനിക്ക് കുഞ്ഞുണ്ടാകുന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? അപ്പോ മലായിക്കത്തുകൾ പറഞ്ഞു, നിങ്ങൾ കാണിക്കും, ഞങ്ങൾ ഈ പറഞ്ഞത് വാസ്തവമാണ്. ഒരിക്കലും നിരാശ ഉള്ള ഒരാളുടെ കൂട്ടത്തിൽ നിരാശവാനായി നിങ്ങൾ പോകാൻ പാടില്ല. വഴി കഴിച്ചവരല്ലാതെ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ഒരിക്കലും നിരാശ അവർക്ക് ഉണ്ടാവില്ല. അള്ളാഹിന്റെ സഹായം എല്ലാറ്റിന്റെയും മുകളിൽ അതുണ്ടല്ലോ. നമ്മൾ ഏതൊരവസ്ഥയിൽ എത്തിയാണെങ്കിലും മുകളിൽ ഒരുത്തൻ കാണുന്നുണ്ടല്ലോ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണല്ലോ എന്ന ഒരു ബോധം എപ്പോഴും നമ്മുടെ മനസ്സിൽ നിലനിൽക്കേണ്ടതുണ്ട് എന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലാ യസ്അമുൽ ഇൻസാനു മിൻ ദുആഇൽ ഖൈരി വഇൻ മസ്സഹു ശർറു ഫയഊസുൽ ഖനൂത്ത് എന്നാണ്. മനുഷ്യന് നന്മക്ക് വേണ്ടി ഇങ്ങനെ ധാരാളം പ്രാർത്ഥിക്കാൻ അതിലൊരു മടി മനുഷ്യനില്ല. എന്നാലോ എന്തെങ്കിലും ഒരു ദോഷം അവനെ ബാധിച്ചാൽ ഫയഊസുൽ ഖനൂത്ത്, ആകെ നിരാശനായി, ആകെ തകർന്നു പോകുന്നു, തളർന്നു പോകുന്നു. അങ്ങനെ ഒരിക്കലും ആകാൻ പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം എന്ന് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത്. പാപം ചെയ്ത് ആകെ കുത്തഴിഞ്ഞ് ജീവിച്ച മനുഷ്യനാണെങ്കിലും ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് എത്ര കുത്തഴിഞ്ഞ് ജീവിച്ച മനുഷ്യനാണ്, അവന് നിരാശപ്പെടാൻ പാടില്ല. അള്ളാഹു തനിക്ക് ഒരു പോംവഴി ഉണ്ടാക്കി തരും, അള്ളാഹുവിലേക്ക് മടങ്ങണം എന്നുള്ള വിഷയത്തിൽ അള്ളാഹ് എനിക്ക് പുറത്തു തരൂല എന്നുള്ള ഒരിക്കലും ഒരാളും തോന്നാൻ പാടില്ല എന്ന് ഖുർആൻ പറയുന്നത് അതാണ്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹി എന്നിട്ട് പറയണം ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാം അള്ളാഹു പുറത്തു തരുന്നതാണ്. അപ്പൊ നിരാശ എന്നത് നമ്മുടെ ഡിക്ഷണറിയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പദമാണ്. വിശ്വാസിയുടെ ഡിക്ഷണറിയിൽ നിരാശ എന്നൊരു പദമില്ല. അത് എത്ര വലിയ സംഭവങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നതാണെങ്കിലും. അപ്പൊ ഇന്ത്യ രാജ്യത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ മുസ്ലിങ്ങൾ വളരെ ഭീതിയോടെയും ആശങ്കയോടെയും നോക്കി നിൽക്കുന്ന ഈ പ്രശ്നങ്ങളുടെ മുമ്പിൽ ഒരു വിശ്വാസി തളരാൻ പാടില്ല, അവൻ നിരാശനാകാൻ പാടില്ല. അവൻ അതിനെ വളരെയധികം പ്രതീക്ഷയോട് കൂടി തന്നെ അവൻ മുന്നോട്ട് അവന്റെ ദൗത്യവുമായി അവൻ മുന്നോട്ട് പോകണം. അവന് ചെയ്യാനുള്ളത് അവൻ ചെയ്യണം. വിശ്വാസിക്ക് ചെയ്യാനുള്ളത് എന്താണോ അതിൽ നിന്ന് അവൻ ഒരിക്കലും നിരാശപ്പെട്ട് തളർന്നിരിക്കാൻ പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. വിശ്വാസികളെ അതിലേക്ക് ഉണർത്തുന്ന ഒരുപാട് സംഭവങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. അയ്യൂബ് അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറയുന്ന സന്ദർഭത്തിൽ വളരെ പ്രയാസപ്പെട്ടിരുന്നു. അയ്യൂബിനെ സംബന്ധിച്ചിടത്തോളം ചില രോഗം ബാധിച്ച് ഒന്നിനും സാധിക്കാത്ത കുടുംബക്കാരും മക്കളും വേണ്ടപ്പെട്ടവരും എല്ലാം കൈയൊഴിച്ചു പോയ സന്ദർഭത്തിലും അയ്യൂബ് അലൈഹി സ്വലാം നിരാശനായില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അവൻ എല്ലാം അറിയുന്ന അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും ഫസ്തജബ്നാ ലഹു, നാം അതിന് ഉത്തരം നൽകുകയും അങ്ങനെ ആ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. മൂസാ അലൈഹി സ്വലാം തന്റെ ജനതയെയും കൊണ്ട് ഫിർഔൻ എന്ന കിരാത ഭരണാധികാരിയിൽ നിന്ന് രക്ഷപ്പെട്ട് ചെങ്കടലിന്റെ അല്ലെങ്കിൽ നൈൽ നദിയുടെ മുമ്പിലെത്തിയപ്പോ, മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥ എത്തിയപ്പോ ആകെ വെപ്രാളപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവരാകെ കൂടെയുള്ളവരൊക്കെ നിരാശപ്പെട്ടു. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യും എന്ന് നിൽക്കുമ്പോഴാണ് പോംവഴിയുമായി കടൽ പിളർന്ന് പോകുന്ന അത്ഭുതം അള്ളാഹു അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീകുണ്ടാരത്തിൽ എറിഞ്ഞ് ചുട്ട് കൊല്ലാൻ ശ്രമിച്ച സന്ദർഭത്തിലാണ് ആ തീകുണ്ടാരത്തിന് തണുപ്പേകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സഹായം വെച്ചെറിഞ്ഞിട്ടുള്ളത്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അതുപോലെ എല്ലാവരുടെയും ചരിത്രം നമ്മൾ പഠിച്ചു നോക്കിയാൽ നിരാശക്കൊരു സ്ഥാനമില്ല. എവിടെയും വളരെ നിരതരായി താൻ ചെയ്യേണ്ടത് ശരിയായ രീതിയിൽ ദിശാബോധത്തോടുകൂടി ബുദ്ധിയോടുകൂടി താൻ ചെയ്യേണ്ടത് ചെയ്യുന്ന ഒരു നിലവാരത്തിലേക്ക് വിശ്വാസികൾ എത്തണം. തളരാൻ പാടില്ലാത്ത ഒരു മനസ്സിന്റെ ഉടമയാണ് എപ്പോഴും വിശ്വാസി എന്ന് നമ്മൾ ഒരിക്കലും മറന്നുപോകാതെ ആ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. കാരണം വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇനി അധികാരത്തിന്റെ വിഷയത്തിലാണെങ്കിലും ശരി,
അതല്ലെങ്കിൽ ഭരണകൂടത്തിലും ഭരണാധികാരികളുടെ വിഷയത്തിലാണെങ്കിലും വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമുക്ക് പറയുന്ന കാര്യം ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ. മുൽക്ക്, അധികാരം നൽകുന്നവൻ അധികാരത്തിന്റെ ഉടയവനാണ്. അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് അവൻ അധികാരം നൽകുന്നു, അവൻ ഇഷ്ടപ്പെടുന്നവരിൽ നിന്ന് അധികാരം അവൻ പിടിച്ചെടുക്കുന്നു. അത് അള്ളാഹുവിന്റെ ഒരു തീരുമാനമാണ്. അപ്പൊ നമ്മളുടെ അധികാരികളായി വരുന്ന ആളുകൾ അത് നല്ലവരാകട്ടെ അല്ലെങ്കിൽ ചീത്ത ആളുകളാകട്ടെ, ആര് തന്നെയായാലും ശരി, അധികാരികൾ അതൊക്കെ അള്ളാഹു നിശ്ചയിക്കുകയും അള്ളാഹുവിന്റെ അനുമതിയോട് കൂടി അവരിവിടെ അധികാരം വാഴുന്നവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അവരുടെ നന്മ എന്തുകൊണ്ട് അവരുടെ തിന്മ ഉണ്ടാകുന്നതിൽ അവരുടെ തിന്മയിലൂടെ അവർ പോകുന്നതിൽ ഒരു പരിധി വരെ നമ്മളൊക്കെ അതിന്റെ കാരണക്കാരായി മാറും എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം ഖുർആൻ പറയുന്നത് ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകണമെങ്കിൽ ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവെ സഹായിക്കുമ്പോഴാണ് അവൻ നിങ്ങളെ സഹായിക്കുന്നത്. അപ്പൊ അള്ളാഹുവെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ പടച്ചോൻ പറഞ്ഞ കോലത്തിൽ നമ്മളുടെ ജീവിത രീതി മാറാൻ പരമാവധി നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മുടെ ജീവിത രീതി നമ്മൾ ആലോചിച്ചു നോക്കിയാൽ മുസ്ലിം സമുദായത്തിന്റെ, നമ്മുടെ ചുറ്റുവട്ടമുള്ള മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ വെച്ച് നോക്കിയാൽ തന്നെ അള്ളാഹു പറഞ്ഞ കാര്യങ്ങളിലുള്ള ശ്രദ്ധയും അവൻ വളരെ കാര്യമായി ഉണർത്തുന്ന സംഗതികളിൽ എത്രമാത്രം ബോധമുള്ളവരാണ് നമ്മുടെ സമൂഹം. ഇപ്പൊ നമസ്കാരം, അതുപോലെ മറ്റ് ആരാധനാ കർമ്മങ്ങൾ, അതുപോലെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ഈ വിഷയത്തിലൊക്കെ എന്താണ് നമ്മുടെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ? മുദബ്ബിറുൽ ആലം, ലോകം തന്നെ നിയന്ത്രിക്കുന്നവൻ ഈ മരിച്ചുപോയ ചില മഹാത്മാക്കളാണെന്ന് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ചുറ്റും ഉള്ള പല ആളുകളും, ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും പഠിപ്പിക്കപ്പെടുന്നത് ലോകം നിയന്ത്രിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഏതോ മരിച്ചുപോയ ഒരാളാണ് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഇവിടെ ആളുണ്ട്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന സംഗതികളൊക്കെ ചെയ്യാൻ ഇവിടെ മരിച്ചുപോയ മഹാത്മാക്കളെ അഭയം തേടുന്ന ഒരു ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യന്മാർ, അങ്ങനത്തെ ഒരു ലോകം. ആ വശത്ത് നോക്കിയാൽ അങ്ങനെ. അതുപോലെ തന്നെ മതപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയൂന്നുന്ന വിഷയത്തിലോ നമ്മൾ വളരെ നമ്മുടെ യുവതലമുറ എവിടേക്ക് പോയി നമുക്ക് പറയാൻ പറ്റില്ല. യുവതലമുറക്ക് പലപ്പോഴും താല്പര്യമുള്ളത് അവർക്ക് പലതരം ആഘോഷങ്ങളും അതുപോലെ തന്നെ എന്റർടൈൻമെന്റുകളുമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ അരീക്കോട് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഒരു ഉദ്ഘാടന വേളയിൽ ഒരു ഗാനമേളയ്ക്ക് ഇവിടെ തടിച്ചുകൂടിയ ചെറിയ കുട്ടികൾ, അവരുടെ എണ്ണം കൊണ്ട് അവസാനം നാട് നിറഞ്ഞു പോകുന്ന അവസ്ഥയിൽ അവരുണ്ടായി. അത്തരം പരിപാടികൾക്ക്, അത്തരം സംഗതികൾക്ക്, അത്തരം മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്നതല്ലാത്ത അത്തരം കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളൊക്കെ നമ്മുടെ മുസ്ലിം സമുദായമാണ്. എല്ലാ സംഗതികളും ഒരു ബോധമില്ലാത്ത രീതിയിൽ എല്ലാ സംഗതികളുടെയും ഉപജ്ഞാതാക്കളായി നമ്മൾ മാറുകയാണ്. നമ്മുടെ സമൂഹം മാറുകയാണ്. ഇപ്പോ കല്യാണത്തിന്റെ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എന്തൊക്കെ കല്യാണങ്ങളിൽ എന്തൊക്കെ ആഭാസങ്ങൾ നടക്കുന്നുണ്ടോ ആ ആഭാസങ്ങളൊക്കെ ഈ ഉത്തമ സമുദായം എന്ന് പറയപ്പെടുന്ന മുസ്ലിം സമുദായത്തിന്റെ ഭാഗത്തു നിന്നാണ് എല്ലാം വരുന്നത്. പലപ്പോഴും ഈ ആഭാസങ്ങളിൽ പങ്കാളികളാകുന്ന ആണും പെണ്ണും ഒക്കെ മുഖമക്കരയും പർദ്ദയൊക്കെ ധരിച്ച പെണ്ണുങ്ങളും അതുപോലെ എല്ലാ മത ചിന്തയൊക്കെ അല്ലെങ്കിൽ മതത്തിന്റെ ചിഹ്നങ്ങളൊക്കെ കൊണ്ട് നടക്കുന്ന ആളുകളാണ്. അതാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ വേറൊരു സമ്പ്രദായം തുടങ്ങിയിട്ടുണ്ട്. പ്രായമായി കുഴിയിലേക്ക് പോകാൻ നിൽക്കുന്ന ആളുകൾ വീണ്ടും അവർക്ക് ഒരു മണവാട്ടിയാകാനുള്ളൊരു താല്പര്യം. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അതാണ്. 50, 60, 40, 30 വയസ്സായ ആളുകൾ, വല്യാപ്പമാരായ ഈ വല്യമ്മയും വല്യാപ്പയും മണവാട്ടിയും മണവാളനുമായിട്ട് ചമഞ്ഞൊരുങ്ങി അവരെങ്ങനെ പുതുക്കം കൊണ്ടുവരുന്ന രൂപത്തിൽ ആ മണവാട്ടിയുടെയും മണവാളന്റെയും ഡ്രസ്സൊക്കെ അണിയിച്ച് വശവത്തരം എന്നല്ലാതെ എന്താ പറയാം? ഈ നാണക്കേടിനും ഈ സമുദായം തന്നെ എന്താണ്? ഇതിനൊക്കെ നമ്മളെ ഈ സമുദായത്തെ മറ്റുള്ള സമുദായങ്ങൾ, ഇതൊരു ബഹുമത സമൂഹമല്ലേ, മുസ്ലിങ്ങൾ മാത്രം ജീവിക്കുന്ന ഒരു നാടല്ലല്ലോ. അങ്ങനത്തെ ഒരു നാട്ടിൽ ഇത്തരം
വളരെ മോശമായ ഒരു സമൂഹത്തിലുമില്ല. ഹിന്ദു സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല, ക്രൈസ്തവരുടെ ഇടയിലും കാണാൻ കഴിയില്ല. എല്ലാ തരം സംഗതികളും നമ്മുടെ മുസ്ലിം സമൂഹത്തിലും, പ്രത്യേകിച്ചും വടക്കേ മലബാർ ഭാഗങ്ങളിൽ നിന്നാണ് ഇറക്കി വരലാണ്. ഒരു കല്യാണത്തിന് ഒരു വീട്ടിലേക്ക് ഒരു മിഠായി കൊണ്ടു പോവുകയാണെങ്കിൽ വലിയ ജാഥ, മിഠായിയുടെ ഷോപ്പുമായിട്ട് ജാഥ. കല്യാണത്തിന് പെണ്ണിറങ്ങുകയാണെങ്കിലോ ജ്വല്ലറികൾ തീർത്ത ഒരു, ഇങ്ങനെ എന്തെല്ലാം ധൂർത്തിന്റെയും ആഭാസത്തരത്തിന്റെയും എന്തൊക്കെ അവസ്ഥകളുണ്ടോ അതൊക്കെ പേറി നടക്കുന്ന ഒരു സമുദായം, ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറുകയാണ്. എന്നിട്ടാണ് നമ്മൾ പറയും നിങ്ങൾ അള്ളാഹ് പറഞ്ഞത് കേട്ട് നടക്കുകയാണെങ്കിൽ അള്ളാഹ് നിങ്ങളെ സഹായിക്കുന്നു. അവരോട് ഓതിക്കൊടുത്താൽ ഇതിലൊക്കെ അള്ളാഹ് പറഞ്ഞ കാര്യം ഉണ്ടാകുന്നത്. ഇതിനെ ഇങ്ങനെ സമൂഹത്തിൽ യാതൊരു ബോധവുമില്ലാതെ നാടിന്റെ അവസ്ഥ, അതുപോലെ തന്നെ ഈ ജീവിത സാഹചര്യം, ഇതൊന്നുമില്ല. ധൂർത്തിന്റെയും മറ്റ് പലതിന്റെയും പല ആളുകളുടെയൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം പല കല്യാണങ്ങളുടെയും ഇതിന്റെയൊക്കെ ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഒക്കെ ഒരു എല്ലാവരും അവരവന്റെ താൻപോരിമയും അഹങ്കാരവും അഹംഭാവവും കാണിക്കാൻ വേണ്ടി ഇങ്ങനെ പലതരം സംഭവം. ഇങ്ങനെയാകാൻ പാടില്ല. നമ്മളെ നാടെപ്പോലെ അൽഹംദുലില്ലാ കുറെയൊക്കെ അതിൽ നിന്ന് മുക്തമാണ്. അത്തരം വേണ്ടാത്തരങ്ങളൊന്നും നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ഇത് ചെയ്യുന്ന ആളുകൾ, അത് ആസ്വദിക്കുന്ന ആളുകൾ, അതൊക്കെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. അതുമാത്രമല്ല അവരൊക്കെ പർദ്ദയും മൊക്കനെയൊക്കെ അണിഞ്ഞുകൊണ്ടാണ് ഈ സംഗതികളൊക്കെ ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു സമൂഹം, പിന്നെ ജാറങ്ങളും അതുപോലെ തന്നെ നേർച്ചകളും അതിന്റെ പേക്കൂത്തുകൾ, അങ്ങനെ ഇതൊക്കെ സാമാന്യം ഭേദപ്പെട്ട നമ്മുടെ നാട്ടിന്റെ അവസ്ഥ ഇതിന്റെ അവസ്ഥയാണ് ഈ പറഞ്ഞത്. എന്നാൽ മറ്റു നാടുകളുടെ അവസ്ഥ നമ്മൾ എടുത്തു നോക്കിയാലോ, ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലേക്ക് പോയി നോക്കിയാൽ എന്താ അവസ്ഥ? വളരെ മോശമായ അവസ്ഥയാണ്. അപ്പോൾ ഇതൊക്കെ ആലോചിക്കുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ദുരന്തത്തിന്റെ ഉത്തരവാദികൾ നമ്മളൊക്കെ തന്നെയാണോ, അല്ലേ, നമ്മളൊക്കെ തന്നെയല്ലേ, നമ്മൾ കുറെ നന്നാകേണ്ടതല്ലേ എന്നൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല. അതുകൊണ്ടൊക്കെ നമ്മൾ ഇല്ല എന്ന് നമുക്ക് തോന്നാൻ പാടില്ല. എന്തുകൊണ്ടും നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തം നിർവഹിച്ച് മുന്നോട്ട് പോയാൽ, നമ്മൾ നിരാശപ്പെടാതെ പോയാൽ, ആത്മവിശ്വാസത്തോടു കൂടി പോയാൽ ഈ ഭരണകൂട ദുരന്തങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മുക്തി ലഭിക്കും. അള്ളാഹുവോടാണ് നമ്മളെ കാര്യങ്ങൾ പറയേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കും. അള്ളാഹുവോട് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد, ഇനി ഡിസംബർ 14 തീയതി അല്ലെങ്കിൽ ഈ ഫെബ്രുവരി 14 തീയതി വേറൊരു സാധനം വരാൻ പോകും. വാലന്റൈൻ ഡേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുട്ടികൾ, നിങ്ങളെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട സംഗതി, അന്ന് പ്രത്യേകമായ ഡ്രസ്സ്, അന്ന് പ്രത്യേകമായ ചില കാര്യങ്ങൾ ഒക്കെ പ്രണയത്തിന്റെയും പ്രേമത്തിന്റെയും ഒക്കെ ഒരു ദിവസമായി നമ്മളുടെ കുത്തഴിഞ്ഞ ലോകം കൊണ്ടാടുന്ന ഒന്നാണ് ഈ വാലന്റൈൻ ഡേ എന്ന് പറയുന്നത്. അപ്പൊ അത് ഒരു പരസ്യമായി ചുംബിച്ചും കെട്ടിപ്പിടിച്ചും ഒക്കെ ആണും പെണ്ണും വ്യത്യാസമില്ലാത്ത രീതിയിൽ നമ്മുടെ കലാലയങ്ങളിലൊക്കെ അരങ്ങേറാൻ പോകുന്ന പലതരം പേക്കൂത്തുകൾക്കും കാരണമാകുന്നതാണ്. അത് ഫെബ്രുവരി 14 ഫെബ്രുവരി 9 മുതൽ 7 മുതൽ തുടങ്ങുന്ന സംഗതിയാണ്. ഓരോ ദിവസത്തിനും ഓരോ പേരുണ്ട്. 14 അതിന്റെ ക്ലൈമാക്സ് എത്തുന്നത്. അങ്ങനത്തെ ഒരു സംഭവം വരാനുണ്ട്. രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, അവനാന്റെ ആൺകുട്ടികളും പെൺകുട്ടികളും. ഇപ്പൊ ഞാനിവിടെ പറഞ്ഞല്ലോ, നമ്മുടെ ഇവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനത്തിന്റെ പരിപാടിയിൽ ഇത്ര പെൺകുട്ടികളാണ് അത്ര ഇവിടെ വന്നത്. എങ്ങനെ രക്ഷിതാക്കള് രാത്രി 10 മണിക്കും രാത്രി 9 മണിക്കും 10 മണിക്കും ഒക്കെ നമ്മുടെ ചെറിയ പെൺകുട്ടികളെ ഒന്നാകെ അങ്ങാടിയിലേക്കും മറ്റൊക്കെ ആ രീതിയിൽ പറഞ്ഞയക്കാൻ എങ്ങനെയാണ് രക്ഷിതാക്കൾക്ക് സാധിക്കുന്നത്? അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് ഈ കുട്ടികളിലൊന്നും ഒരു സ്വാധീനം ഇല്ലേ? ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ +2 ലെവലിൽ പഠിക്കണ, ഡിഗ്രി ഫസ്റ്റ് ലെവലിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഇവർക്കൊക്കെ വീടുകളിൽ അതിൻ്റെതായ ഒരു സ്വാധീനം രക്ഷിതാക്കൾക്കൊന്നും ഇല്ലേ? അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി ആലോചിക്കേണ്ടതുണ്ട്. അതിനൊക്കെ എല്ലാ അർത്ഥത്തിലും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ജാഗ്രത എന്ന് പറയുന്നത് രക്ഷിതാക്കളുടെ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടതാണ്. കുട്ടികളും പ്രത്യേകം ഇത്തരം സംഗതികളൊക്കെ ശ്രദ്ധിക്കണം. നമ്മുടെ പള്ളിയിൽ ധാരാളം കുട്ടികൾ വരുന്നതാണ്.
ഇത്തരം അനാവശ്യ കാര്യങ്ങളിലൊന്നും നമ്മൾ ഇടപെടാതെ നമ്മൾ അള്ളാഹും റസൂലും അനുവദിച്ച, മതം അനുവദിച്ച കളിയും തമാശയും ഒക്കെ തന്നെ നമുക്ക് ധാരാളമുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോയി നമ്മളുടെ സംസ്കാരവും നമ്മളുടെ ചാരിത്ര്യവും ഒക്കെ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് പോകാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കണം, ശ്രദ്ധിക്കണം. സമൂഹം ശ്രദ്ധിക്കണം, രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം, ജ്യേഷ്ഠന്മാർ ശ്രദ്ധിക്കണം, ജ്യേഷ്ഠത്തിമാർ ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോഴേ നമ്മൾക്കൊരു ഉയർന്ന ഉത്തമമായ സമൂഹമായി നമുക്ക് മാറാൻ കഴിയുള്ളൂ. അങ്ങനെ നിരാശരല്ലാതെ തളരാത്ത രീതിയിൽ നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ ക്രിയാത്മകമായി പോസിറ്റീവായി അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന ചെറുതും വലുതുമായ പോരായ്മകൾ, അബദ്ധങ്ങൾ അത് നമുക്ക് പുറത്തു മാറ്റാം. ഈ ലോകത്തും പരലോകത്തും സുഖവും സമാധാനവും സന്തോഷവും നൽകുന്ന ജീവിതം അവൻ പ്രദാനം ചെയ്യട്ടെ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا